ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. വെൽക്കം ടു മൈ ചാനൽ ഇബ കളക്ഷൻ. ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഒത്തിരി പരിചയമുള്ള ഒരു ചെടിയാണ്. ഇത് നോക്കി, ഈ ചെടിയെ നിങ്ങൾക്കെല്ലാം അറിയില്ലേ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് മുതൽ വീടിൻ്റെ മുറ്റം വരെ ഇത് വരിയായിട്ട് നിർത്തിയിരുന്ന ചെടിയാണ്. ഇത് സാധാരണ ഒരു കുഞ്ഞു ചെടി എന്നുള്ളതേ ഉള്ളൂ. ഒരു 1-2 അടി പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നല്ല വെയിൽ കൊണ്ടാൽ ഈ ഇല വെള്ളയും പച്ചയും ചേർന്നുള്ള ഈ ഇലകൾ വെയിൽ കൊണ്ടാൽ അതിനകത്തൊരു പിങ്ക് ഷെയ്ഡ് കൂടെ വരാറുണ്ട്. ഇതിൻ്റെ പേരൊന്നും അന്നും നമുക്കറിയില്ലായിരുന്നു. ഇതിനകത്ത് ഒരു നല്ല കുഞ്ഞ് ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ലീഫെല്ലാം പോയിട്ട് തണ്ട് മാത്രം നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അപ്പോഴാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാകുന്നത്. ആ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് ആ ഫ്ലവർ കണ്ടാൽ ഒരു കുഞ്ഞ് തത്ത ഇരിക്കുന്ന പോലെ തോന്നും. പിങ്ക് കളറാണ്. അതിൻ്റെ മുകളിൽ ഒരു ശകലം തേനും കൂടെ കാണും. ഞങ്ങളെല്ലാം ആ തേൻ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ചെടിയുടെ പേര് അന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ പാവം ചെടിയുടെ പേരെന്താണെന്നറിയാമോ? ഡെവിൾസ് ബാക്ക് ബോൺ. ഇന്ന് ഇതറിയപ്പെടുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്ത് നമ്മൾ വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ മുറ്റത്ത് വളർത്തിയിരുന്ന ചെടിയാണ്. ഇന്ന് ഇതിൻ്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. പോയി കടയിലൊക്കെ ചെന്ന് നഴ്സറികളൊക്കെ ചെന്ന് വാങ്ങിക്കാൻ ചെന്നാൽ ഇത് നല്ല വില കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പം ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ നട്ടെല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പഴയ ഇതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇതിനെ ചട്ടിക്കകത്തൊക്കെ നല്ല ഡ്രിം ചെയ്തൊക്കെ വളർത്താൻ തുടങ്ങി. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. ഇതിന് വേറൊരു കളറും കൂടെയുണ്ട്. നല്ല ഗ്രീൻ ഷെയ്ഡ് മാത്രമുള്ള ഒരു ചെടി. ഇതും ഞാൻ ചട്ടിക്കകത്ത് വളർത്തിയതാണ്. പക്ഷേ ഇവിടെ ഒരു സ്വല്പം മേസ്തിരിപ്പണി നടന്ന സമയത്ത് നമ്മൾ ഈ ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല വെയിലത്തായിപ്പോയി. അങ്ങനെ ഇതിൻ്റെ ആ ഭംഗിയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ പച്ച ഇലകൾ മാത്രമുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ തണ്ട് ഒടിച്ച് ഈ ഭാഗമൊക്കെ ഒടിച്ച് കുത്തിയാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരു പാടുമില്ല, പെട്ടെന്ന് കിളുത്ത് വരും. അതുപോലെ ഇത് വെള്ളത്തിലിട്ട് വളർത്താം. വെള്ളത്തിൽ ഇതിനെ വളർത്താൻ പറ്റും. അത് നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ്. നല്ല രസമായിട്ട് വളരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് പൊട്ടിക്കിളിച്ച് വരാറുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞില്ലേ? ഇത് തണ്ട് ഒടിച്ച് കുത്തിയാൽ ഇത് പുതിയ ചെടി ഉണ്ടാകുകയും ചെയ്യും. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ ആ മുട്ടിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ഇതുവരെ എനിക്ക് പൂവ് ഉണ്ടായിട്ടില്ല. മറ്റേ പഴകി കഴിയുമ്പം ആ ഇലയെല്ലാം പോയി കഴിയുന്ന സമയത്താണ് ഇത് പൂവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് ടോക്സിക് ആണെന്ന് അറിയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളതിൻ്റെ തേനൊക്കെ കുടിക്കുന്നതായിരുന്നു. തേനൊന്നും ചിലപ്പം വിഷാംശമൊന്നും വന്നിട്ടില്ലായിരിക്കും. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതൊരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ തണ്ട് ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റെമ്മാണ്. വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സാണ് ഇതിന് യൂസ്. ഇതൊന്നും ഇല്ല എങ്കിൽ പോലും അത് വെറും ഗാർഡൻ സോയിൽ നിറച്ചിട്ട് ഈ ചെടി നട്ടാലും ഇത് നല്ല രീതിയിൽ വളർന്നു വരും. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഒത്തിരി തണലല്ലെങ്കിലും സ്വല്പം വെയിലൊക്കെ അത് ഇഷ്ടമാണ്. അപ്പോഴാണ് ഈ പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നത് വെയിൽ കൊള്ളുമ്പോഴാണ്. വെയിലില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇത് വെള്ളയും ക്രീമും വെള്ളയും പച്ചയും കളർ മാത്രമാണ് കാണുന്നത്. ഇതിൻ്റെ വേറെ വെറൈറ്റി, ഒരു ചെറിയ വെറൈറ്റി, വളരെ കുഞ്ഞിലകളുള്ള ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ അതെൻ്റെ കയ്യിലില്ല. അതും ഇത് തന്നെയാണ്. എന്തായാലും ഈ പാവൻ ചെടിക്കുള്ള പേരെന്ന് പറയുന്നത് വളരെ കഷ്ടമായിപ്പോയി. ഡെവിൾസ് ബാക്ക് ബോൺ എന്നാണ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. ഈ പച്ച നിറത്തിലുള്ള ഈ ചെടിയെക്കാട്ടി ഭംഗി ഈ വേരിഗേറ്റഡ് ലീവ്സുള്ള ചെടി തന്നെയാണ്. ഇത് നല്ല രസമാണിത് നിൽക്കുന്ന കാണാനുമൊക്കെ. ഞങ്ങളന്ന് പണ്ട് കുപ്പിക്കകത്ത് വെള്ളമൊക്കെ എടുത്ത് ഇതിങ്ങനെ ഇട്ട് വെച്ച് വളർത്താറുണ്ട്. വർഷങ്ങളോളം നിൽക്കും അത് നല്ല ഭംഗിയായിട്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.